حي على الصلاة حي على الصلاة حي على الفلاح حي على الفلاح. الله أكبر الله أكبر. മുഅ്മിനീങ്ങൾ അവർ വിജയിച്ചിരിക്കുന്നു. എങ്ങനെയുള്ള മുഅ്മിനീങ്ങളാണ്? അല്ലദീന ഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ, നിസ്കാരത്തിൽ ഖുശൂഉള്ള, നിസ്കാരത്തിൽ ഭയഭക്തിയുള്ള, നിസ്കാരത്തിൽ അല്ലാഹുവിന്റെ മുമ്പിലാണ് നിൽക്കുന്നത് എന്ന് നിസ്കാരത്തിൽ അവൻ പറയുന്ന അദ്കാറുകളും അവൻ ഓതുന്ന ഖുർആനും അവൻ ഓതുന്ന ആയത്തുകളും ചിന്തിച്ച് മനസ്സിലാക്കി അങ്ങനെ ശരിയായ രൂപത്തിൽ നിസ്കരിക്കുന്ന അങ്ങനെയുള്ള മുഅ്മിനീങ്ങളാണ് വിജയിച്ചത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. ഇവിടെ നമ്മൾ ഖുശൂഉമായി ബന്ധപ്പെട്ട് സാധാരണ നമ്മൾ ചർച്ചകൾ കേൾക്കാറുള്ളത് ഖുശൂഉ നിസ്കാരത്തിൽ നിർബന്ധമാണോ, വാജിബാണോ, അതല്ല സുന്നത്താണോ? സാധാരണ നിലയ്ക്ക് ഖുശൂഉ എന്ന പ്രയോഗം അത് ഭയഭക്തി, നിസ്കാരത്തിൽ കൂടുതൽ ശ്രദ്ധ എന്ന നിലയ്ക്കാണ് ഉപയോഗിക്കാറുള്ളത്. എന്നാൽ ഉലമാക്കൾ പറയുന്നു, നിസ്കാരത്തിൽ തീരെ ശ്രദ്ധയില്ലെങ്കിൽ അഥവാ തക്ബീറത്തുൽ ഇഹ്റാം കെട്ടിയവൻ നിസ്കാരത്തിലേക്ക് പ്രവേശിച്ചു, അതുമുതൽ അവൻ സലാം നീട്ടുന്നത് വരെ അവൻ എന്താണ് ചെയ്തത് എന്ന ഒരു ബോധവും ഇല്ലാതെയാണ് നിസ്കരിക്കുന്നത് എങ്കിൽ, അല്ലെങ്കിൽ ചില മേഖലകളിൽ ചില നിസ്കാരത്തിന്റെ ഭാഗങ്ങളിൽ അവൻ ശ്രദ്ധയില്ലാതെയാണ് ചെയ്യുന്നത് എങ്കിൽ അവന്റെ നിസ്കാരം ബാത്തിലാണ്, അവന്റെ നിസ്കാരം ബാത്തിലാണ്, അവനത് മടക്കി നിസ്കരിക്കണം. അപ്പൊ ഖുശൂഉ പൂർണ്ണമായി നഷ്ടപ്പെട്ടാൽ, അല്ലെങ്കിൽ നിസ്കാരത്തിന്റെ ചില ഭാഗങ്ങളിൽ നഷ്ടപ്പെട്ടാൽ ആ നിസ്കാരം ഖുശൂഉ ഇല്ലെങ്കിൽ മടക്കി നിസ്കരിക്കേണ്ടതുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിന്റെ വെളിച്ചത്തിൽ ഉലമാക്കൾ പഠിപ്പിക്കാൻ. ഹദീസുൽ മുസീഇ ഫി സ്വലാഹ്, നിസ്കാരത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പല ആവർത്തി വീണ്ടും മടക്കി നിസ്കരിക്കാൻ പറഞ്ഞൊരു വ്യക്തിയുടെ സംഭവം ഹദീസിൽ വന്നിട്ടുണ്ട്. അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ വ്യക്തി ഓരോ തവണ നിസ്കരിച്ച് വരുമ്പോൾ അവിടെ റസൂൽ പറഞ്ഞത് ഇർജി ഫസല്ലി ഫഇന്നക ലം തുസല്ലി എന്നാണ്. നീ എന്ത് ചെയ്യണം? നീ മടങ്ങണം, നീ നിസ്കരിക്കണം, കാരണം നീ നിസ്കരിച്ചിട്ടില്ല എന്നാണ്. കാരണം നിസ്കാരം അതിൻ്റെ അർക്കാനുകൾ, അതിൻ്റെ വാജിബാത്തുകൾ അത് ചെയ്യേണ്ട കോലത്തിൽ ചെയ്തിട്ടില്ല എങ്കിൽ, അത് ശ്രദ്ധയോടുകൂടിയല്ല ചെയ്യുന്നത് എങ്കിൽ അത് മടക്കേണ്ടതുണ്ട് എന്നാണ് ഈ ഹദീസിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നത്. സത്യത്തിൽ ഖുശൂഇന്റെ വിഷയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരുപാട് ഹദീസുകളിലൂടെ ഈ ഉമ്മത്തിനെ ഓർമ്മപ്പെടുത്തിയ കാര്യമാണ്. ഖുശൂഅ്, ഭയഭക്തിയും നിസ്കാരത്തിലെ ശ്രദ്ധയും ഒരു മനുഷ്യനൊരു വിശ്വാസിക്കുണ്ടാവുക അവന് കൂടുതൽ അറിവുണ്ടാകുമ്പോഴാണ്. അറിവിന്റെ ഭാഗമാണ് ഖുശൂഅ് എന്ന. അറിവ് കൂടിക്കൂടി അറിവിന്റെ ഉന്നതമായ അവസ്ഥയിലേക്ക് എത്തുമ്പോഴാണ്, അല്ലാഹുവിനെ കുറിച്ചുള്ള പൂർണ്ണമായ ബോധം ഉണ്ടാകുമ്പോഴാണ് ഒരു ഖുശൂഅ് ഉണ്ടാകുക എന്നതാണ്. ഒരു ഖുശൂഅ് ലഭിക്കുന്നില്ല എങ്കിൽ അവൻ ഇതുവരെ അല്ലാഹുവിനെ കുറിച്ചുള്ള പൂർണ്ണമായ ഇൽമ് അവന്റെ മനസ്സിലേക്ക് ഇറങ്ങിയിട്ടില്ല എന്നാണ് അത് അറിയിക്കുന്നത് എന്നാണ്. നോക്കൂ, നാം തിരുമതി ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ അബൂ ദർദാ റളിയല്ലാഹു തആല അൻഹു അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു വാക്ക് കേട്ട് അത്ഭുതപ്പെടുകയാണ്. എന്താണ് ആ വാക്ക്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖുർആൻ ഉള്ള സമയത്ത് തന്നെ എന്ത് ചെയ്യും? ഇൽമ് ഉയർത്തപ്പെടും. ഖുർആനുണ്ട്, ഖുർആൻ നഷ്ടപ്പെട്ടൊന്നുമില്ല, ഖുർആൻ ഉള്ള സാഹചര്യത്തിൽ തന്നെ അറിവ് ഉയർത്തപ്പെടും, ഇൽമ് ഉയർത്തപ്പെടും. ഇത് കേട്ടപ്പോൾ അബൂ ദർദാ റളിയല്ലാഹു തആല അൻഹു അത്ഭുതമായി. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിക്കാണ്, തൗറാത്തുള്ളപ്പോൾ ഇഞ്ചീലുള്ളപ്പോൾ അഹ്ലുൽ കിതാബിൽപ്പെട്ട ആളുകൾ അവരറിവില്ലാതെ നശിച്ചു പോയിട്ടുണ്ട്. പിന്നെ എന്തിനാണ് ഖുർആനുള്ള സമയത്ത് ഇൽമ് ഉയർത്തപ്പെടുമെന്ന് കേൾക്കുമ്പോൾ അത്ഭുതപ്പെടുന്നത്, ആശ്ചര്യപ്പെടുന്നത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു വന്നാണ്. ആ ഹദീസിന്റെ അവസാനം കാണാം, ബിഅവ്വലി ഇൽമിൻ യുർഫഉ മിനൻ നാസി അൽ ഖുശൂ', ജനങ്ങളിൽ നിന്ന് ആദ്യം ഉയർത്തപ്പെടുന്ന ഇൽമ്, അറിവ്, അത് ഖുശൂ' ആണ്. സുബ്ഹാനല്ലാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുശൂഇനെ, നിസ്കാരത്തിലെ ഭയഭക്തിയെ, അള്ളാഹുവിനെ കുറിച്ചുള്ള അറിവിനെ, മനസ്സിലുള്ള പേടിയെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇൽമിന്റെ കൂടെയാണ് എണ്ണിയത്. ഇൽമ് ഉയർത്തപ്പെടുന്നു എന്ന് പറഞ്ഞിട്ട് റസൂൽ പറയാണ്, ആദ്യം ഇൽമിൽ നിന്ന് ഉയർത്തപ്പെടുക ഖുശൂ' ആണ്. എങ്ങനെ? യൂഷികു അൻ തദ്ഖുല മസ്ജിദൻ മസ്ജിദ ജമാഅത്തിൻ, ജമാഅത്ത് നിസ്കരിക്കുന്ന ആ കാലത്ത്, ഇൽമ് ഉയർത്തപ്പെടുന്ന ആ കാലത്ത് ജമാഅത്ത് നിസ്കരിക്കുന്ന ഒരു പള്ളിയിലേക്ക് നീ കയറിയാൽ, ഫലാ തറാ ഫീഹി
റജുലൻ ഖാശിഅൻ, ആ പള്ളിയിൽ ഖുശൂഅോടുകൂടി നിസ്കരിക്കുന്ന ഒരൊറ്റ വ്യക്തിയെ പോലും കാണാൻ കഴിയില്ല. ഖുശൂഅോടുകൂടി നിസ്കരിക്കുന്ന ഒരൊറ്റ വ്യക്തിയെ പോലും കാണാൻ കഴിയില്ല. ആ രൂപത്തിലേക്ക് ആളുകൾ മാറും. അന്ന് ഇൽമ് ഉയർത്തപ്പെടും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. സുബ്ഹാനല്ലാഹ്, നമ്മളൊക്കെ പലപ്പോഴും കാണുന്ന അനുഭവിച്ചറിയുന്ന കാര്യങ്ങളാണ്. ഇമാമിന് റക്അത്ത് തെറ്റിയാൽ ഇമാം 2 റക്അത്ത് മാറി 3 റക്അത്ത് നിസ്കരിച്ചാൽ പിന്നാലെ നിൽക്കുന്ന മഅ്മൂമികൾ അറിയുന്നില്ല. ഇമാമിന്റെ റക്അത്തിന്റെ എണ്ണം മാറുന്ന പോലും അറിയുന്നില്ല. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ നിലക്ക് ഇൽമ് ഉയർത്തപ്പെടുന്നു എന്ന ഭയമാണ്, പേടിയാണ് നമുക്കുണ്ടാകേണ്ടത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, എവിടെയൊക്കെയാണ് ഖുശൂഅ് നഷ്ടപ്പെട്ടാൽ നിസ്കാരം ബാത്തിലാകുന്നത്. ശ്രദ്ധയില്ലാതെ നിസ്കാരത്തിൽ ചില കർമ്മങ്ങൾ ചെയ്താൽ അവിടെ നിസ്കാരം ബാത്തിലാവും. അതെവിടെയൊക്കെയാണ് എന്ന് ഹദീസിന്റെ വെളിച്ചത്തിൽ ഉലമാക്കൾ പഠിപ്പിച്ചിട്ടുണ്ട്. അവിടുന്ന് ഒന്നാമതായി നമ്മൾ ശ്രദ്ധിക്കേണ്ട മേഖല നിയ്യത്തിന്റെ വിഷയത്തിലാണ്. നിസ്കാരത്തിൽ നിയ്യത്ത് അത് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നും ചൊല്ലി പറയേണ്ടതില്ല എന്നും അത് മനസ്സിൽ കരുതിയാൽ മതി എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്, മനസ്സിലാക്കിയിട്ടുണ്ട്. പക്ഷേ ഇത് മനസ്സിൽ നമ്മൾ എത്രത്തോളം കൊണ്ടുവരുന്നു എന്നത് നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. കാരണം നിയ്യത്ത് എന്ന് പറയുമ്പോൾ പല കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഒന്ന്, ഏത് ഇബാദത്താണ് ചെയ്യുന്നത്, ഇപ്പോൾ ചെയ്യുന്ന ഇബാദത്ത് ഏതാണ്? കാരണം നിയ്യത്തിന്റെ ഒരു മഖ്സൂദ് തന്നെ, ലക്ഷ്യം തന്നെ 2 ഇബാദത്തുകൾ നമ്മൾ വേർതിരിക്കലാണ്. അതുകൊണ്ടാണ് നമ്മൾ ജമാഅത്ത് അല്ലെങ്കിൽ ഫർദ് നിസ്കാരം നിസ്കരിച്ചു കഴിഞ്ഞാൽ ഒന്നുകിൽ സംസാരം കൊണ്ടോ അല്ലെങ്കിൽ സ്ഥലം മാറിയിട്ടോ എന്ത് ചെയ്യണം, നമ്മൾ റവാത്ത് നിസ്കരിക്കണം എന്ന് സാധാരണ ഹദീസിന്റെ വെളിച്ചത്തിൽ പറയാറുണ്ടല്ലോ. അപ്പോൾ ഓരോ നിസ്കാരങ്ങളും ഓരോ ഇബാദത്തും വെവ്വേറെ അത് വേർതിരിക്കേണ്ടതുണ്ട്. അപ്പൊ നിയ്യത്ത് കൊണ്ട് ഒന്നാമത്തെ ഉദ്ദേശം ഇബാദത്തുകളെ വേർതിരിക്കലാണ്. 2, ആർക്ക് വേണ്ടിയാണ് നമ്മൾ ഇബാദത്ത് ചെയ്യുന്നത്? ഈ 2 കാര്യമാണ് പ്രധാനമായി നിയ്യത്തിൽ വരേണ്ടത്. എന്റെ നിസ്കാരം ആർക്ക് വേണ്ടിയാണ്? അള്ളാഹുവിന് വേണ്ടിയാണ്. ഈ 2 കാര്യങ്ങൾ മനസ്സിലേക്ക് കൊണ്ടുവരുമ്പോഴാണ് നിയ്യത്താവുക. ഇനി ഒരാൾ അവൻ നിസ്കാരത്തിൽ പൂർണ്ണമായ ശ്രദ്ധയുണ്ട്, ഖുശൂഅുണ്ട്, പക്ഷെ നിസ്കാരത്തിൽ അവന് റിയാ സംഭവിച്ചു, അവന്റെ നിയ്യത്ത് മാറി, അവൻ മറ്റുള്ള ആൾക്കാരെ കാണിക്കാൻ വേണ്ടി ചെയ്യുന്നത് എങ്കിൽ അവിടെയും നിയ്യത്ത് ബാത്തിലായി. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് അബൂ ദർദാ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞതായി കാണാം, ഇസ്തഈദു ബി സ്വലാത്തിൽ മുനാഫിഖീൻ, നിങ്ങൾ മുനാഫിഖീങ്ങളുടെ നിസ്കാരത്തിൽ നിന്ന് ശരണം തേടണം. ഇസ്തഈദു മിൻ നിയ്യത്തിൻ നിഫാഖ്, നിഫാഖിന്റെ നിയ്യത്തിൽ നിന്ന് നിങ്ങൾ ശരണം തേടണം എന്നും കാണാൻ കഴിയും. കാരണം മുനാഫിഖീങ്ങളുടെ നിസ്കാരം, ആ ഒരു നിസ്കാരത്തിനെ കുറിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഭയങ്കര എന്തായിരിക്കും, ആക്ഷനും നല്ല ശ്രദ്ധയൊക്കെ ആയിരിക്കും, പക്ഷെ അവന്റെ മനസ്സിലെ നിയ്യത്ത് പറയാണ്. അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. ചില സമയത്ത് പള്ളിയിൽ വന്നു കഴിഞ്ഞാൽ ആൾക്കാർ നിസ്കാരത്തിന് മുമ്പ് കുറച്ചു നേരം വെയിറ്റ് ചെയ്ത് കൈയൊക്കെ ഇങ്ങാക്കി 2 ചാട്ടമൊക്കെ ചാടി, അത് ശരിയല്ല. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് പഠിപ്പിച്ചോ അവിടെ നിൽക്കലാണ് ശരിയായ ഖുശൂഅ്. അക്മലുൻ നാസി ഖുശൂഅൻ അൻ-നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ജനങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ഖുശൂഅ് ഉള്ളത് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കാണ്. അപ്പോൾ നബി ചെയ്യാത്തൊരു ഖുശൂഅ് നമ്മൾ എക്സ്ട്രാ ചെയ്യേണ്ടതില്ല. നബി എങ്ങനെയാണോ നിയ്യത്ത് വെച്ചത്, നബി എങ്ങനെയാണോ തക്ബീറത്തുൽ ഇഹ്റാമിലേക്ക് പ്രവേശിച്ചത്, ആ രൂപത്തിൽ നമ്മൾ നിയ്യത്തിലേക്ക് പ്രവേശിക്കുക. ഒന്നാമത് ഖുശൂഅ് നിർബന്ധമായി വേണ്ട സ്ഥലം അത് നിയ്യത്തിന്റെ സമയത്താണ്, ആ നിയ്യത്ത് വെക്കുന്ന മേഖലയിലാണ്. ഇന്നമൽ ഖശിയതു ഇന്നമൽ ഖുശൂഅൽ ഇൽമു, ഖുശൂഅ് എന്ന് പറയുന്നത് ഇൽമാണ്. അറിവിന്റെ അടിസ്ഥാനത്തിൽ ആർക്ക് വേണ്ടിയാണ് ചെയ്യുന്നത്, എന്തിനാണ് ഇബാദത്ത് ചെയ്യുന്നത് എന്ന പൂർണ്ണമായ ഇൽമോട് കൂടി നമ്മൾ ഇബാദത്ത് ചെയ്യുമ്പോഴാണ് അത് ഖുശൂഅ് ആയി മാറുക എന്ന് മനസ്സിലാക്കാൻ കഴിയും. അതുപോലെ തന്നെ ഖുശൂഅ് വേണ്ട മറ്റൊരു മേഖല, അത് നമ്മൾ നിസ്കാരത്തിലെ ചലനങ്ങൾ അത് അധികമായി പോകുന്നുണ്ടോ എന്ന വിഷയത്തിലാണ്. നിസ്കാരത്തിലെ ചലനങ്ങൾ അത് അധികമായ നിസ്കാരം ബാത്തിലാകുമെന്നത് സ്ഥിരപ്പെട്ട കാര്യമാണ്. ചില ഉലമാക്കൾ അത് 3 അനക്കമാണെന്നും, ചില ഉലമാക്കൾ അതല്ല, നിസ്കാരത്തിൽ ഒരാൾ പുറമെ നോക്കിയാൽ അവൻ നിസ്കാരത്തിലല്ല എന്ന് തോന്നുന്ന രൂപത്തിൽ അവൻ നിസ്കരിച്ചാൽ അവന്റെ നിസ്കാരം ബാത്തിലാണ് എന്ന രൂപത്തിലേക്ക് ഉലമാക്കൾ അഭിപ്രായം പറയുന്നതായി കാണാൻ കഴിയും. അതിനുള്ള തെളിവ് ഒരിക്കൽ ഉമർ ബിൻ ഖത്താബ്, അബ്ദുല്ലാഹ് ബിൻ ഉമർ റളിയല്ലാഹു തആല അൻഹു, മറ്റു ചില സ്വഹാബാക്കളും ചില വ്യക്തികൾ അടുക്കള നടന്നു പോകുമ്പോൾ അവർ താടിയിൽ ഇങ്ങനെ കളിക്കാൻ, നിസ്കാരത്തിനിടയിൽ താടിയിൽ കളിക്കാൻ. അപ്പൊ അവർ പറഞ്ഞു, ഇവൻ ഖുശൂഅ് ഉണ്ടായിരുന്നെങ്കിൽ ഈ അനക്കം ഇവന്റെ നിസ്കാരത്തിൽ ഉണ്ടാകുമായിരുന്നില്ല എന്നാണ്. വൽ ഖൽബു ലൈസ ബിഖാശിഅ, അവന്റെ ഖൽബിൽ ഖുശൂഅ് ഇല്ലാത്തത് കൊണ്ടാണ് ഈ രൂപത്തിൽ നിസ്കാരത്തിൽ അനക്കം ഉണ്ടാകുന്നത്. അപ്പോൾ നിസ്കാരത്തിൽ ഖുശൂഅ്, അതിന്റെ നിസ്കാരം ബാത്തിലാകാതെ ഇരിക്കാനുള്ള ഒരു ഖുശൂഇന്റെ മാനദണ്ഡമാണ് നിസ്കാരത്തിൽ അധികമായ അനക്കങ്ങൾ, ചലനങ്ങൾ വരാതിരിക്കുക എന്നത്. സുകൂനുൽ ജവാരിഹ്, അങ്ങനെയുള്ള മക്കൾ അതിനെ സംബന്ധിച്ച് പറയുക, ലൗ ഖശഅ ഖൽബു ഹാദാ ലാ ഖശഅത് ജവാരിഹുഹു, ഒരാളുടെ ഖൽബിൽ ഖുശൂഅ് ഉണ്ടെങ്കിൽ അവന്റെ അനക്കത്തിൽ, അവന്റെ ചലനത്തിൽ ആ ഖുശൂഅ് നമുക്ക് കാണാൻ കഴിയുമെന്ന് അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹുവിനെ പോലുള്ള ആൾക്കാർ പറയുന്നതായി കാണാൻ കഴിയും, സഹാബാക്കൾ. മൂന്നാമത് ഖുശൂഅ് നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ ബാത്തിലായി പോകുന്ന മേഖല, അത് നമ്മൾ നിസ്കാരത്തിലെ റുക്നുകൾ, വാജിബുകൾ ഇത് ചെയ്യുന്ന സമയത്ത്, നിസ്കാരത്തിൽ റുക്നുണ്ട്, റുക്ൻ ചെയ്തില്ലെങ്കിൽ നിസ്കാരം ബാത്തിലാണ്. നിസ്കാരത്തിൽ
റുക്ന് നഷ്ടപ്പെട്ടാൽ ഏത് റക്അത്താണോ അത് നഷ്ടപ്പെട്ടത് അത് വീണ്ടും മടക്കിക്കൊണ്ടുവരണം, അല്ലെങ്കിൽ നിസ്കാരം മടക്കി നിസ്കരിക്കണം. വാജിബാണ് നഷ്ടപ്പെട്ടതെങ്കിൽ സഹ്വിന്റെ സുജൂദ് ചെയ്യണം. ഈ സമയത്ത് ഖുശൂ ഇല്ലാതെയാണ് അവൻ സുജൂദിൽ പോകുമ്പോൾ അവൻ സുജൂദിൽ പോയി അറിയുന്നില്ല, അല്ലെങ്കിൽ സുജൂദിൽ പോകുമ്പോൾ സുബ്ഹാന റബ്ബിൽ അഅല ചൊല്ലുന്നില്ല. ഈ നിലക്ക് തീരെ ശ്രദ്ധയില്ലാതെയാണ് അവൻ നിസ്കാരത്തിൽ നിസ്കരിക്കുന്നത് എങ്കിൽ അവന്റെ നിസ്കാരം ബാത്തിലാണ്, അവിടെ ഖുശൂ അനിവാര്യമാണെന്നാണ്. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് നിസ്കാരത്തിൽ മറന്ന സന്ദർഭങ്ങളുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് നിസ്കാരത്തിൽ മറക്കുകയും അവിടുന്ന് സഹ്വിന്റെ സുജൂദ് ചെയ്യുകയും മടക്കേണ്ട സാഹചര്യത്തിൽ മടക്കേണ്ട സന്ദർഭങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച ഹദീസുകൾ കാണാൻ കഴിയും. അപ്പോൾ ഏറ്റവും ഖുശൂ ഉള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് എങ്ങനെ നിസ്കാരത്തിൽ മറന്നു എന്ന് ചോദിച്ചാൽ, ഇമാം അഹ്മദ് ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നി ഉനസ്സ ലിഉസന്ന, എനിക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നെ ചില സമയത്ത് എന്ത് ചെയ്യും, അല്ലാഹു സുബ്ഹാനഹു വ തആല മറപ്പിക്കുന്ന ചില ഘട്ടങ്ങളിൽ ചില സന്ദർഭങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മറപ്പിക്കും. എന്തിനു വേണ്ടി? ആളുകൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കണ്ടുകൊണ്ട് പിൻപറ്റിക്കൊണ്ട് കർമ്മങ്ങൾ ചെയ്യാൻ വേണ്ടി. കാരണം നിസ്കാരത്തിൽ മറന്നാൽ എന്താ ചെയ്യേണ്ടത്? ആൾക്കാർ എങ്ങനെ പഠിക്കാം? റസൂൽ ചെയ്യണം. നിസ്കാരത്തിൽ റുക്ന് പോയാൽ എന്താ ചെയ്യേണ്ടത്? റസൂൽ അവിടെ നിന്ന് ചെയ്ത് കാണിച്ചെന്നാലാണ് നമുക്ക് ചെയ്യാൻ കഴിയുക. സാധാരണ ഈ സെഹറുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ സാധാരണ ഉദ്ധരിക്കാനുള്ള സംഭവമാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് സെഹർ ബാധിച്ചു എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് ഒരു പ്രവാചകന് സെഹർ ബാധിക്കുക, എന്നിട്ട് അതിലൂടെ മറവി സംഭവിക്കുക? അപ്പം അതിൻ്റെ അർത്ഥം ശരീഅത്ത് നഷ്ടപ്പെട്ടു എന്നല്ലേ? വഹി ലഭിക്കുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് മറവി സംഭവിച്ചാൽ ശരീഅത്ത് സംരക്ഷിക്കപ്പെട്ടിട്ടില്ല എന്നല്ലേ അർത്ഥം എന്നൊക്കെ ചോദിക്കുന്ന ആൾക്കാരുണ്ട്. അവർക്കുള്ള റദ്ദാണ് ഈ സഹ്വിന്റെ ഹദീസ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് നിസ്കാരത്തിൽ മറന്നിട്ടുണ്ട്, അത് അല്ലാഹു സുബ്ഹാനഹു വ തആല മറപ്പിച്ചതാണ്. എന്തിനു വേണ്ടി? ഉമ്മത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നും എങ്ങനെയാണ് ഉമ്മത്തിന് അബദ്ധം സംഭവിക്കുമ്പോൾ അവിടെ ചെയ്യേണ്ടത് എന്ന കാര്യം മനസ്സിലാക്കാൻ വേണ്ടിയാണ് എന്ന് ഇമാം അഹ്മദ് ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം. നാലാമത് ഖുശൂ നഷ്ടപ്പെട്ട നിസ്കാരം ബാത്തിലാകുന്ന സന്ദർഭം അത് ത്വമഅനീനത്താണ്. അഥവാ ഓരോ ഹർക്കത്തിന്റെ ഇടയിലും ഓരോ ചലനത്തിന്റെ ഇടയിലും ഓരോ അവയവങ്ങളും എവിടെയാണോ അവർ തക്ബീറത്തുൽ ഇഹ്റാം കഴിഞ്ഞ് റുക്കൂഇലേക്ക് പോവുകയാണെങ്കിൽ റുക്കൂഇൽ കുറച്ചു നേരം ശാന്തമായി നിൽക്കണം. വീണ്ടും തിരിച്ച് ഇഅ്തിദാലിലേക്ക് വരുമ്പോൾ ഇഅ്തിദാലിൽ അവന്റെ അവയവങ്ങൾ കുറച്ചു നേരം ശാന്തമായി ത്വമഅനീനത്തോടുകൂടി നിൽക്കേണ്ടതുണ്ട്. ഈ ത്വമഅനീനത്ത് കിട്ടാതെ ഹദീസിൽ വന്നതുപോലെ കോഴി കൊത്തുന്നത് പോലെ, അല്ലെങ്കിൽ മറ്റൊരു റിപ്പോർട്ടിൽ കാക്ക കൊത്തുന്നത് പോലെ നിസ്കരിച്ചാൽ അവന്റെ നിസ്കാരം ശരിയാവുകയില്ല. അങ്ങനെയാണല്ലോ ഹദീസുൽ മുസ്ലിം, അഥവാ നിസ്കാരം മടക്കി നിസ്കരിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആവർത്തിച്ചു പറഞ്ഞ വിഷയത്തിൽ അവിടുന്ന് ഇർജിഅ, നീ മടങ്ങണം, ഫസല്ലി ഇന്നക ലം തുസല്ലി, നീ നിസ്കരിച്ചിട്ടില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ കാരണം. അപ്പോൾ ഖുശൂ സഹോദരങ്ങൾ വളരെ പ്രധാനപ്പെട്ട വിഷയമാണ്. നിസ്കാരത്തിൽ ഖുശൂ നഷ്ടപ്പെട്ടാൽ നിസ്കാരം ബാത്തിലാകുന്ന മേഖലയുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ടായിരിക്കണം നമ്മൾ നിസ്കരിക്കേണ്ടത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ഖുശൂഇന് വേണ്ടി അള്ളാഹുവിനോട് ദുആ ചെയ്തിരുന്നുവെന്നാണ്. അവിടുന്ന് റുക്കൂഇൽ പ്രാർത്ഥിച്ചതായി ഹദീസിൽ സ്ഥിരപ്പെട്ടു വന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കുകയാണ്, ഖശഅ ലക സമഇ വ ബസരി വ മുഖി എന്ന് തുടങ്ങുന്ന പ്രാർത്ഥന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചു. ഈ ദുആയിൽ ഖശഅ ലക സമഇ, അല്ലാഹുവിന്റെ കണ്ണും എൻ്റെ ഹൃദയവും ഒക്കെ നിനക്ക് വേണ്ടി ഖുശൂഇലായിരിക്കുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് പ്രാർത്ഥനയ്ക്ക് വേണ്ടിയാണ്. ആ ലഫ്ള് പ്രാർത്ഥന അറിയിക്കുന്ന ലഫ്ളാണ് ഉലമാക്കൾ പറയുകയാണ്. അതുകൊണ്ട് ഖുശൂ നമ്മൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ചോദിച്ച് വാങ്ങേണ്ട ഒരു കാര്യമാണ്. അത് വലിയ നിഅമത്താണ്. സത്യത്തിൽ എന്തുകൊണ്ടാണ് ആളുകൾക്ക് നിസ്കാരം പ്രയാസമാകുന്നത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ജുഇലത് ഖുറത്തു ഐനി ഫി സ്വലാഹ്, എനിക്ക് നിസ്കാരത്തിൽ കൺകുളിർമ ഉണ്ടാകുമെന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് നിസ്കാരം കൺകുളിർമയായിരുന്നു. യാ ബിലാൽ അഖിമിസ് സ്വലാഹ് അരിഹ്നാ ബിഹാ, ബിലാൽ റളിയല്ലാഹു തആല വിളിച്ചിട്ട് നിസ്കരിക്കാൻ പറഞ്ഞത് എന്തിനു വേണ്ടിയാണ്? അതിനുള്ള റാഹത്ത് കണ്ടെത്താൻ വേണ്ടിയാണ്. അപ്പോൾ നിസ്കാരം നിഅമത്താണ്. ജമാഅത്തായി നിസ്കരിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ, ഒരു വക്ത് മുടങ്ങാതെ നിസ്കരിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ അത് നിഅമത്താണ് എന്ന് മനസ്സിലാക്കുമ്പോഴാണ് ഒരടിമ അവൻ നിസ്കാരത്തിന്റെ പ്രാധാന്യവും അവൻ ഖുശൂഇലേക്ക് എത്തുകയും ചെയ്യുക എന്ന് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ 4 സന്ദർഭങ്ങളിൽ ഖുശൂ നിർബന്ധമാണ്. ഇനി ബാക്കിയുള്ള സന്ദർഭങ്ങളിൽ നമ്മൾ അവിടെ നിസ്കാരത്തിൽ പ്രത്യേകം ശ്രദ്ധ കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ നിസ്കാരത്തിന്റെ ശ്രേഷ്ഠത, ഫضൽ, അഥവാ തക്ബീറത്തുൽ ഇഹ്റാം മുതൽ സലാം വീട്ടുന്നത് വരെ പൂർണ്ണമായി ഫറഗ ഖൽബഹു ലില്ലാഹി എന്ന ഹദീസിൽ കാണാം. അവന്റെ ഹൃദയം ആ നിസ്കാരത്തിന്റെ സമയത്ത് അള്ളാഹുവിന് വേണ്ടി അവൻ ഒഴിച്ചിട്ടു എന്ന് ഹദീസിൽ കാണാൻ കഴിയും. അങ്ങനെ പൂർണ്ണമായി നിസ്കാരത്തിന്റെ സമയം അള്ളാഹുവിന് നൽകുകയാണെങ്കിൽ ഒരു ഹദീസിൽ കാണാം, ഇന്ന റജുല ലയൻസരിഫു, ഒരു വ്യക്തി അവൻ നിസ്കരിച്ച് മടങ്ങാണ്, അവൻ ഫറഗ ഖൽബഹു ലില്ലാഹ്, അവന്റെ ഖൽബ് അള്ളാഹുവിന് വേണ്ടി അവൻ ഒഴിച്ചിട്ടു നിസ്കാരത്തിന്റെ സമയത്ത്, എങ്കിൽ അവന്റെ ചെറുഭാഗങ്ങളെല്ലാം പൊറുക്കപ്പെടുന്നതാണ്. അവിടെ ഫറഗ ഖൽബഹു ലില്ലാഹ് ഹദീസിന്റെ പ്രയോഗം, അഥവാ അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് അവൻ സമയം കൊടുത്തു എന്നാണ്. അപ്പം ആ നിലക്ക് നമ്മൾ നിസ്കാരത്തിൽ ഖുശൂ വർദ്ധിപ്പിച്ചാൽ നമ്മുടെ ഫളലും ദറജയും
ആ വിഷയത്തിൽ അങ്ങനെ നിസ്കരിക്കുന്ന വിഷയത്തിലാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് 5 നേരം ഒരു പുഴയിൽ നിന്ന് കുളിക്കുന്ന വ്യക്തിയുടെ ശരീരത്തിൽ എന്തെങ്കിലും അഴുക്ക് ബാക്കിയാകുമോ? സ്വഹാബാക്കൾ പറഞ്ഞു ഇല്ല. അതുപോലെയാണ് 5 നേരം നിസ്കരിക്കുന്നത്. അതെങ്ങനെ നിസ്കരിക്കുമ്പോഴാണ് ഇത് പറഞ്ഞതുപോലെ റുക്കൂനുകൾ ശരിയാക്കി, വാജിബാത്തുകൾ ശരിയാക്കി, പൂർണ്ണമായ ഖുശൂഅോടെ നിസ്കരിക്കുമ്പോഴാണ് അതിലേക്കുള്ള പൂർണ്ണമായ പ്രതിഫലം നമുക്ക് ലഭിക്കുക എന്നാണ് സ്വഹാബാക്കൾ പറയുന്നതായി കാണാം. നമ്മൾ ഇസ്ലാം സ്വീകരിച്ചതിന് ശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ശ്രദ്ധിക്കാൻ വേണ്ടി ആക്ഷേപിച്ചു പറഞ്ഞൊരു കാര്യം അത് ഖുശൂഇന്റെ വിഷയത്തിലാണ്. അലം യഅനി ലില്ലദീന ആമനു അൻ തഖ്ശഅ ഖുലൂബുഹും ലിദിക്രില്ലാഹ്. വിശ്വസിച്ച ആളുകൾക്ക് അവരുടെ കൽബുകൾക്ക് ഖുശൂ ഉണ്ടാക്കി അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് മടങ്ങാൻ ഇനിയും സമയമായില്ലേ? സ്വഹാബാക്കൾ പറയാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ഇസ്ലാം സ്വീകരിച്ചതിന് ശേഷം നമ്മളെ ശകാരിച്ച അല്ലെങ്കിൽ ശകാരിച്ചെന്ന് സ്വഹാബാക്കൾക്ക് തോന്നിയ വിഷയം ഖുശൂഇന്റെ വിഷയമാണെന്ന് സ്വഹാബാക്കൾ ഉദ്ധരിക്കുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഖുശൂ അത് വളരെ പ്രധാനപ്പെട്ട നമ്മുടെ നിസ്കാരത്തിൽ നമ്മൾ വളരെയേറെ ശ്രദ്ധ കൊടുക്കേണ്ട മേഖലയാണെന്ന് മനസ്സിലാക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല വിജയം കരസ്ഥമാക്കുന്ന ആ ഖാശിഈങ്ങളുടെ കൂട്ടത്തിൽ നമ്മൾ എല്ലാവരെയും ഉൾപ്പെടുത്തി ഗ്രഹിക്കുമാറാകട്ടെ. ഒരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരുവൻ നിസ്കരിച്ച് മടങ്ങുമ്പോൾ ആ പള്ളിയിൽ ഒരുപാട് ആൾക്കാരുണ്ടാവും. അതിൽ ചില ആൾക്കാർക്ക് 10-1 ചില ആൾക്കാർക്ക് 9 ചില ആൾക്കാർക്ക് 8 അങ്ങനെ പകുതി കിട്ടുന്ന ആൾക്കാരുണ്ട്. അങ്ങനെയൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ആ ഹദീസിന്റെ വെളിച്ചത്തിൽ മക്കൾ പറയാണ്, തീരെ ഒരു പ്രതിഫലവും കിട്ടാതെ മടങ്ങുന്ന ആൾക്കാരുണ്ടാവുന്ന, തീരെ ഒരു പ്രതിഫലവും കിട്ടാതെ മടങ്ങുന്ന ആൾക്കാരുണ്ടാവും. അവന്റെ ബാധ്യത കഴിഞ്ഞു, അത് കിട്ടി, അവന്റെ ബറാഅത്തുൽ ദിമ്മയാണ്, അവന്റെ ബാധ്യത കഴിഞ്ഞു, പക്ഷെ ഒരു പ്രതിഫലവും കിട്ടാതെ മടങ്ങുന്ന അവസ്ഥ ഉണ്ടാവും എന്ന് ഹദീസിന്റെ വെളിച്ചത്തിൽ മക്കളെ പഠിപ്പിക്കാൻ. അതുകൊണ്ട് ഒരു ബാധ്യത, ഒരു കടമ കഴിക്കലായി നമ്മുടെ നിസ്കാരങ്ങൾ മാറരുത് എന്ന് ആത്മാർത്ഥമായി സൂചിപ്പിക്കാൻ. ഒരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇപ്രകാരം പറയുന്നു, മാ മിൻ ഇംരിഇൻ മുസ്ലിമിൻ തഹറുഹു സ്വലാത്തുൻ മക്തൂബ. ഒരു വ്യക്തിക്ക് അവന്റെ നിസ്കാരത്തിന്റെ സമയമായി, ഫയുഹ്സിനു വുദൂഅഹു, അവന്റെ വുദൂ അവൻ നന്നാക്കി, വഖുശൂഅഹ, അതുപോലെ തന്നെ അവന്റെ ഖുശൂ' നന്നാക്കി, വറുകൂഅഹ, നിസ്കാരത്തിലെ കർമ്മങ്ങളൊക്കെ അവൻ നന്നാക്കിയെങ്കിൽ ഇല്ലാ കാനത് കഫാറത്തൻ ലിമാ ഖബ്ലഹാ മിന ദുനൂബി മാ ലം യുഅതി കബീറതൻ. അവൻ വൻപാപം ചെയ്തിട്ടില്ല എങ്കിൽ അതുപോലെ അവൻ ചെയ്ത ചെറുപാപങ്ങളൊക്കെ കഴുകിക്കളയാൻ അങ്ങനെയുള്ള നല്ല നിസ്കാരങ്ങൾ തന്നെ മതിയായതാണ്. സുബ്ഹാനല്ലാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഹദീസിൽ പറയാണ്, നിങ്ങൾക്ക് അശാ രാത്രി ഭക്ഷണം നിങ്ങളുടെ മുമ്പിൽ വെക്കപ്പെട്ടു, വഖീമത്തിസ് സ്വലാഹ്, നിസ്കാരത്തിനുള്ള ഇഖാമത്ത് നിങ്ങൾ കേൾക്കുകയും ചെയ്യുന്നു. ശ്രദ്ധിക്കണം, എങ്ങനെ? വഖീമത്തിസ് സ്വലാഹ് വദിഅത്തിൽ അശാ, നിങ്ങളുടെ മുമ്പിൽ രാത്രി ഭക്ഷണം നിങ്ങളുടെ മുമ്പിൽ വെക്കപ്പെട്ടു. അപ്പോഴാണ് എന്ത് ചെയ്യുന്നത്? വഖീമത്തിസ് സ്വലാഹ്, നിസ്കാരത്തിലുള്ള ഇഖാമത്ത് കേൾക്കുന്നത്. എങ്കിൽ ഫബ്ദഉ ബിൽ അശാ, എങ്കിൽ നിങ്ങൾ ആദ്യം ആരംഭിക്കേണ്ടത് അശാ കൊണ്ടാണ്. സുബ്ഹാനല്ലാഹ്. ചില സ്വഹാബാക്കൾ ഉദ്ധരിക്കുന്നു, അവർ ചില സമയത്ത് പെട്ടെന്നായിരിക്കും ഭക്ഷണം കിട്ടുക. അപ്പോൾ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് അവർ പള്ളിയിൽ ജമാഅത്ത് ഇഖാമത്തിന്റെ ശബ്ദം കേൾക്കുന്നുണ്ടാവും, അവിടെ നിന്ന് ഇമാം ഓതുന്ന ശബ്ദം കേൾക്കുന്നുണ്ടാവും. അപ്പോൾ എന്ത് ചെയ്യും? അവർ ഭക്ഷണം കഴിക്കായിരിക്കും. എന്തുകൊണ്ടാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. എന്താ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ കാരണം വിശപ്പുള്ള സമയത്ത്, വിശന്നിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഭക്ഷണം കിട്ടി, അപ്പോഴാണ് കറക്റ്റ് നിസ്കാരത്തിന് സമയമായില്ല. അതിനർത്ഥം അശാ എല്ലാ ദിവസവും നമ്മൾ ഭക്ഷണം കഴിക്കുന്ന നിസ്കാരത്തിൽ ജമാഅത്ത് ഒഴിവാക്കണമെന്നല്ല, മറിച്ച് നിസ്കാരത്തിന്റെ ഖുശൂഇന്റെ പ്രാധാന്യം അറിയിക്കുന്ന ഹദീസാണ്. പെട്ടെന്ന് ഭക്ഷണം വന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ എന്താണ്? നിങ്ങൾ അങ്ങനെ വിശപ്പോടുകൂടി ഭക്ഷണത്തിന്റെ ചിന്തയിൽ പോയി നിസ്കരിച്ചിട്ട് കാര്യമില്ലെന്നാ. ഭക്ഷണത്തിന്റെ ചിന്തയിൽ പോയി നിസ്കരിച്ചിട്ട് കാര്യമില്ല. അതുകൊണ്ട് നിങ്ങൾ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് നിങ്ങൾ നിസ്കരിച്ചാൽ മതി. അപ്പൊ ഖുശൂഇന്റെ പ്രാധാന്യമാണ് ഈ ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് വളരെ ശ്രദ്ധയോടുകൂടി നമ്മൾ കൈകാര്യം ചെയ്യേണ്ട ഒരു മേഖലയാണ് നിസ്കാരത്തിന്റെ വിഷയം. സ്വഹാബാക്കൾ നോമ്പിനെ കണ്ടതുപോലെയോ ഹജ്ജിനെ കണ്ടതുപോലെയോ സക്കാത്തിനെ കണ്ടതുപോലെ അല്ല നിസ്കാരത്തെ കണ്ടത്. നിസ്കാരം അത് മനഃപൂർവ്വം ഒരു ഒഴിവാക്കിയാൽ അവൻ കാഫിറാണ് എന്ന് അധിക ഉലമാക്കളും അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. സ്വഹാബാക്കളും അങ്ങനെ തന്നെയാണ് കണ്ടത്. നിസ്കരിക്കാത്തവനെ സ്വഹാബാക്കൾ അങ്ങനെ തന്നെയാണ് കണ്ടത്. നമ്മൾ ജന്മന മുസ്ലിമായി ജനിച്ച ഒരുവൻ അവൻ മുസ്ലിമാണ് എന്ന് പരിഗണിക്കപ്പെടാൻ ശരീഅത്തിൽ വെച്ചൊരു അടയാളമാണ് നിസ്കാരം എന്നത്. എന്നാൽ നിസ്കാരത്തിൽ ചില സമയത്ത് ദുനിയവിയായ ചിന്തകൾ കയറിക്കൂടും, സ്വാഭാവികമാണ്. എന്നാൽ ഒരുപാട് വസ്വാസം ഉണ്ടാകുന്ന ആളുകളുടെ വിഷയത്തിൽ നമ്മൾ എല്ലാ വിഷയത്തിലും തവസ്സുത്താൻ മധ്യമനിലപാട് സ്വീകരിക്കണം. അങ്ങ് അറ്റവും പോകാൻ പാടില്ല, ഇങ്ങ് അറ്റവും വരാൻ പാടില്ല. ചില ആൾക്കാർ തീരെ ശ്രദ്ധയില്ല, എന്നാൽ ചില ആൾക്കാർ ശ്രദ്ധയ്ക്ക് വേണ്ടി എന്തൊക്കെ കാണിക്കുന്ന ആൾക്കാരുണ്ട്, അതും ശരിയല്ല. ചില ആൾക്കാർ ദുനിയാവിന്റെ ചിന്ത എന്തെങ്കിലും ഇടയ്ക്കുന്ന നിസ്കാരത്തിൽ വന്നു കഴിഞ്ഞാൽ സഹവിന്റെ സുജൂദ് ഇന്ന് ആൾക്കാരെ കാണാൻ പറ്റും. എന്താ ചോദിച്ചാൽ പറയും, അതിടയ്ക്ക് ദുനിയാവിന്റെ ചിന്ത വന്നു. അങ്ങനെ ഇടയ്ക്ക് എന്തെങ്കിലും ചിന്ത വന്നാൽ അവിടെ സഹവിന്റെ സുജൂദിന്റെ കാര്യമില്ല. സഹവിന്റെ സുജൂദ് ചെയ്യാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച കൃത്യമായ സന്ദർഭങ്ങളുണ്ട്, അവിടെ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. നമുക്ക് തോന്നുന്ന രൂപത്തിൽ ചെയ്യാൻ പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് പോലും നിസ്കാരത്തിൽ അവിടെ നിന്ന് ശ്രദ്ധ തെറ്റിയിട്ടുണ്ട്. അവിടെ നിന്ന് അബൂ ജഹൽ എന്ന് പറയുന്ന ഒരു വ്യക്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഒരു വസ്ത്രം ഹദിയയായി നൽകി. ആ വസ്ത്രത്തിൽ കുറച്ച് അലങ്കാരവും കുറച്ച് മുത്തുകളും അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു.
അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഇത് ധരിച്ച് ഞാൻ നിസ്കരിച്ചപ്പോൾ ഫനദറ ഇലാ അഅലാമിഹാ നദ്റതൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കാരത്തിനിടയിൽ ആ വസ്ത്രത്തിന്റെ ആ അലങ്കാരത്തിലേക്ക് നോക്കുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിസ്കാരത്തിന് ശ്രദ്ധ തെറ്റുകയും ചെയ്തു. അപ്പോൾ നിസ്കാരം കഴിഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഒന്നാണ്, ഈ വസ്ത്രം കൊണ്ട് അബൂജഹലിന്റെ കൊടുക്കണം എന്ന്. ഇത്ര സുഖ്റുഫില്ലാത്ത, മോടിയില്ലാത്ത, ഡിസൈനൊന്നും ഇല്ലാത്തൊരു വസ്ത്രം തരാൻ ആവശ്യപ്പെടണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കാരത്തിൽ എന്ത് ചെയ്തു? ശ്രദ്ധ ഒന്ന് ചെറുങ്ങനെ തെറ്റിപ്പോയിട്ടുണ്ട്, മാറിപ്പോയിട്ടുണ്ടോ? റസൂൽ എന്ത് ചെയ്തിട്ടില്ല? ആ നിസ്കാരത്തിൽ സഹബിന്റെ സുജൂദ് ചെയ്യണമെന്നോ അല്ലെങ്കിൽ അത് മടക്കി നിസ്കരിക്കണമെന്നോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടില്ല. മറിച്ച് ശ്രദ്ധ തെറ്റിക്കുന്ന കാര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കാനാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആവശ്യപ്പെട്ടത്. ഇപ്പോൾ ഈ ഹദീസിന്റെ ഉലമാക്കൾ പറഞ്ഞ് ഒരുപാട് ഡിസൈനുള്ള വസ്ത്രങ്ങൾ, ഒരുപാട് പിന്നെ എഴുത്തുകളും വരെയുമുള്ള വസ്ത്രങ്ങൾ, അതൊക്കെ പള്ളിയിൽ ഒഴിവാക്കേണ്ട കാര്യമാണ്. അതുപോലെ തന്നെ പള്ളിയിലും തന്നെ ആ രൂപത്തിലുള്ള എഴുത്തുകളും കുത്തുകളും ഒഴിവാക്കേണ്ടതാണ്. ആ രൂപത്തിലുള്ള ചില പള്ളികളിലൊക്കെ ഒരുപാട് കാലിഗ്രഫികൾ, ഡിസൈനുകൾ കാണാൻ കഴിയും. അതൊക്കെ ഒഴിവാക്കേണ്ടതാണ് ഉലമാക്കൾ പറഞ്ഞു കാണാൻ കഴിയും. അതുകൊണ്ട് ഈ രൂപത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഒരു മനുഷ്യന്റെ ശ്രദ്ധ തെറ്റിക്കുന്ന കാര്യങ്ങൾ നിസ്കരിക്കുന്ന സ്ഥലത്ത് ഉണ്ടാകാൻ പാടില്ല എന്ന് പ്രത്യേകം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഒരിക്കൽ അമ്മാർ ഇബ്നു യാസിർ റളിയല്ലാഹു തആല അൻഹു അദ്ദേഹം ഉദ്ധരിക്കുന്ന ഒരു സംഭവം കാണാം. ഇപ്പോൾ ഖുശൂ നമ്മൾ നഷ്ടപ്പെടാൻ അവർ സ്വഹാബാക്കൾ കാണിച്ച ആ ഒരു പേടിയും ഭയമാണ് അറിയിക്കുന്നത് ഈ സംഭവങ്ങളൊക്കെ. അമ്മാർ ഇബ്നു യാസിർ റളിയല്ലാഹു തആല അൻഹു അദ്ദേഹം ഒരിക്കൽ ജനങ്ങളുമായി നിസ്കരിച്ചപ്പോൾ ഫഅഖഫ الصلاة, നിസ്കാരം പറ്റ ചുരുക്കുന്ന, നിസ്കാരം നല്ല ചുരുക്കി. പിന്നിൽ നിന്ന് ആൾക്കാർക്ക് തോന്നിപ്പോയി അമ്മാർ ഇബ്നു യാസിർ നിസ്കാരം നല്ല ചുരുക്കിയിട്ടുണ്ട് പറഞ്ഞു. ഫലമ്മ ഖറജ ഖുംതു ഇലൈഹി, അങ്ങനെ നിസ്കാരം കഴിഞ്ഞ് മടങ്ങുമ്പോൾ പിന്നിൽ നിന്ന് ആൾക്കാർ ചോദിച്ചു, യാ അബൽ യഖ്വാൻ, അത് അബൂ യഖ്വാൻ എന്നത് അമ്മാർ ഇബ്നു യാസിറിന്റെ കുഞ്ഞത്താണ്, വിളിപ്പേരാണ്. അപ്പോൾ ലഖദ് ഖഫഫ്ത, ഈ നിസ്കാരം പറ്റ ചുരുക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ അമ്മാർ ഇബ്നു യാസിർ റളിയല്ലാഹു തആല പറയുകയാണ്, ഫഹൽ റഅയ്തനി ഇൻ തഖസ്തു മിൻ ഹുദൂദിഹാ ഷൈഅൻ, ഞാൻ നിസ്കാരത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിർബന്ധമായി ചെയ്യാൻ പഠിപ്പിച്ച റുക്നോ എന്തെങ്കിലും വാജിബോ ഞാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറഞ്ഞതിന് അർത്ഥമുണ്ട്. ഞാൻ ഒന്നും ഒഴിവാക്കിയിട്ടില്ല, എല്ലാം പറഞ്ഞിട്ടുണ്ട്. പക്ഷെ നിസ്കാരം ഒന്ന് വേഗത്തിലാക്കി. എന്തിനു വേണ്ടിയാണ്? ഫഇന്നി ബാദർതു ബിഹാ സഹ്വത ശൈത്താൻ, ഞാൻ ശൈത്താനുമായി മത്സരിക്കുകയായിരുന്നു, എന്താണ് സംഭവം? അമ്മാർ ഇബ്നു യാസിർ റളിയല്ലാഹു തആല നിസ്കരിക്കാൻ വന്നപ്പോൾ ദുനിയാവിന്റെ പല ചിന്തകളും ശൈത്താൻ കൊണ്ട് മനസ്സിലിട്ട് കൊടുത്തു. അപ്പോൾ അവിടെ ശൈത്താനെ തോൽപ്പിക്കുകയായിരുന്നു. അപ്പോൾ അമ്മാർ ഇബ്നു യാസിർ റളിയല്ലാഹു തആല വാജിബായ കാര്യങ്ങൾ മാത്രം നിസ്കാരം ഒതുക്കി. ഫാത്തിഹ മാത്രം ഓതി, സുബ്ഹാന റബ്ബിൽ അഅല ഒറ്റവട്ടം മാത്രം പറഞ്ഞു, അങ്ങനെ വാജിബുകൾ ഒതുക്കിയതാണ്. അപ്പോൾ ഖുശൂ നഷ്ടപ്പെടുന്നതിനേക്കാൾ നല്ലത് നിസ്കാരം ആയുധത്തിൽ നിസ്കരിക്കലാണ് എന്ന് സ്വഹാബാക്കൾ ഉദ്ധരിക്കുന്നതായി കാണാൻ കഴിയും. അതുകൊണ്ട് ഇതെല്ലാം അറിയിക്കുന്നത് ഖുശൂഇന്റെ പ്രാധാന്യമാണ്. ഖുശൂഇനെ സ്വഹാബാക്കൾ ഈ രൂപത്തിൽ അവർ തിടുക്കം കാട്ടിയിരുന്നു, താല്പര്യം കാണിച്ചിരുന്നു, അവർ പേടിച്ചിരുന്നു എന്നാണ് ഈ ഹദീത്തൊക്കെ അറിയിക്കുന്നത്. മറ്റൊരു ഹദീത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദീ ഇബ്നു ഹാത്തിം റളിയല്ലാഹു തആല അവരോട് ചോദിക്കുന്ന ഒരു സംഭവമാണ്. അപ്പോൾ എങ്ങനെയാണ് അവർ നിസ്കാരത്തിന്റെ ഖുശൂ കണ്ടെത്തിയിരുന്നത്? അവർ അറബി അറിയുന്നവരാണ്, പ്രത്യേകിച്ച് ഖുറൈശികൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ അറബി ഭാഷ നല്ല രൂപത്തിൽ മനസ്സിലാക്കിയ അറബികളാണ്, അതോടൊപ്പം തന്നെ സാഹിത്യം മനസ്സിലാക്കിയ ആളുകളാണ്. അവിടെ അദീ ഇബ്നു ഹാത്തിം റളിയല്ലാഹു തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുകയാണ്, അതഅലമു മാ മഅന അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ എന്നാൽ എന്താണ് എന്ന് അദീ നിനക്കറിയാമോ എന്നാണ്. ആരോട് ചോദിക്കുന്നത്? അറബിയായ പ്രവാചകൻ, അറബിയായ അദീ ഇബ്നു ഹാത്തിം റളിയല്ലാഹു തആല ചോദിക്കുന്നത്, അല്ലാഹു അക്ബർ എന്നാൽ എന്താണ് നിനക്കറിയാമോ? ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുത്തു. മഅനാഹ അന്ന അല്ലാഹ അക്ബർ മിൻ കുല്ലി ഷൈ, അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാത്തിനേക്കാളും വലുതാണ്, എല്ലാ കാര്യത്തിനേക്കാളും നമുക്ക് വലുതാണ് എന്നാണ് അല്ലാഹു അക്ബറിന്റെ അർത്ഥം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുക്കാൻ. സത്യത്തിൽ അല്ലാഹു അക്ബർ എന്ന രണ്ട് അറബി പ്രയോഗങ്ങൾ അദീ ഇബ്നു ഹാത്തിം അറിയാനിട്ടില്ല, മറിച്ച് അതിനെക്കുറിച്ച് ഒരുപാട് ചിന്തിക്കേണ്ടതുണ്ട്, മനസ്സിലാക്കേണ്ടതുണ്ട്. കേവലം നിസ്കാരത്തിൽ ഒരു അടക്കത്തിൽ നിന്ന് മറ്റൊരു വാജിബിലേക്ക്, മറ്റൊരു റുക്നിലേക്ക് നീങ്ങാനുള്ള ഒരു കാര്യം മാത്രമല്ല അല്ലാഹു അക്ബർ എന്ന് അദീ ഇബ്നു ഹാത്തിം റളിയല്ലാഹു തആല അൻഹുവിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാൻ. അതുപോലെ തന്നെ ഉലമാക്കൾ പറഞ്ഞ കാര്യമാണ്, നിസ്കാരത്തിൽ തക്ബീറത്തുൽ ഇഹ്റാം മുതൽ സലാം വരെ ദിക്റുകളും ദുആകളുമാണ്. സുക്കൂത്തുള്ള, ശാന്തമായി നിൽക്കേണ്ട ഒരു സമൂഹ നിസ്കാരത്തിലില്ല. അങ്ങനെ പൂർണ്ണമായി അദ്കാറുകളും ദുആകളുമായി നിസ്കാരത്തിൽ നിൽക്കുമ്പോഴാണ് നിസ്കാരത്തിന്റെ ഖുശൂ ഉണ്ടാവുന്നത്. അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം, ചില ആൾക്കാർ എന്ത് ചെയ്യും, അല്ലാഹു അക്ബർ പറഞ്ഞതിന് ശേഷമായിരിക്കും എന്ത് ചെയ്യുക, റുക്കൂലേക്ക് പോവുക. അല്ലാഹു അക്ബർ പറഞ്ഞ് അത് കഴിഞ്ഞിട്ടായിരിക്കും റുക്കൂലേക്ക് പോവുക. ഈ തക്ബീർ ഇന്തിഖാൽ, നമ്മൾ ഓരോ റുക്കിൽ നിന്ന് മറ്റൊരു റുക്കിലേക്ക് പോകുമ്പോഴുള്ള തക്ബീർ, അത് നമ്മൾ ആ നഖലിന്റെ ഇടയിൽ, ഇന്തിഖാലിന്റെ ഇടയിൽ പറയേണ്ട കാര്യമാണ്. നമ്മൾ പറയേണ്ട കാര്യമാണ്. അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ റുക്കൂലേക്ക് പോവുക. ഇഅ്തിദാലിലേക്ക് എണീക്കുമ്പോഴും സമി അല്ലാഹു ലിമൻ ഹമിദ എന്ന് പറഞ്ഞ് ആ ഇന്തിഖാലിന്റെ ഇടയിൽ, ആ ചലനത്തിന്റെ ഇടയിലാണ് പറയുന്നത്. ചില ആൾക്കാർ പറഞ്ഞിട്ട് പോകുന്നത് കാണാം, ചില ആൾക്കാർ പോയി കഴിഞ്ഞിട്ട് പറയുന്നത് കാണാം. അതൊക്കെ ആ അനക്കത്തിനനുസരിച്ച് ഒരു പക്ഷേ ഈ
ചലനത്തിനിടയിൽ അല്ലാഹു അക്ബർ എന്ന ലഫ്ദ് പൂർണ്ണമായി വന്നിട്ടില്ല എങ്കിൽ അവരുടെ നിസ്കാരം ബാത്തിലാകുമെന്ന് ഉലമാക്കൾ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട വിഷയം നിസ്കാരത്തെ സംബന്ധിച്ചുള്ള റുക്കനുകളും അതിൻ്റെ ഷുറൂത്തുകളും അതിൻ്റെ വാജിബാത്തുകളും അതിൻ്റെ സുനനും കൃത്യമായി പഠിക്കാം. കാരണം നിസ്കാരം എന്നത് മറ്റു ഇബാദത്തിനെ പോലെയല്ല. നമുക്കും കുഫാറുകൾക്കും ഇടയിലുള്ള അഹ്ദാണ് നിസ്കാരം, കരാറാണ് നിസ്കാരം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ആരെങ്കിലും ഒഴിവാക്കിയാൽ ഫഖദ് കഫർ, അവൻ കാഫിറായി. മറ്റു ഇബാദത്തിനെ സംബന്ധിച്ചും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ രൂപത്തിൽ പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഖുശൂഇന്റെ വിഷയം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ അല്ലദീന ഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഖുശൂഉള്ള അല്ലാഹുവിന്റെ അടിമകളുടെ കൂട്ടത്തിൽ അല്ലാഹു നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവർ എപ്പോഴും പ്രാർത്ഥിച്ചിരുന്ന ഒരു പ്രാർത്ഥനയാണ് അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ ഖൽബിൻ ലാ യഖ്ശ. അല്ലാഹുവിന് ഖുശൂഉ ഇല്ലാത്ത ഖൽബിൽ നിന്ന് അല്ലാഹുവേ ഞാൻ നിന്നോട് ശരണം തേടുന്നു. റസൂലിന്റെ ദുആയാണ്. അതുകൊണ്ട് ആ ദുആ നമ്മൾ എപ്പോഴും പറയാൻ ശ്രമിക്കുക. ഖുശൂഉള്ള നിസ്കാരക്കാരെ മാറാൻ ശ്രമിക്കുക. ഇല്ലെങ്കിൽ ഒരുപക്ഷെ നമ്മുടെ നിസ്കാരങ്ങളും നമ്മുടെ നിസ്കാരത്തിന് വേണ്ടി മാറ്റിവെച്ച സമയവുമൊക്കെ ഒരുപക്ഷെ നമ്മൾ മഹ്ശറിലെത്തുമ്പോൾ നമ്മൾ ഏടിൽ കാണാതെ വരുമ്പോൾ സുബ്ഹാനല്ലാഹ് വളരെ ഖേദമുണ്ടാകുന്ന അവസ്ഥ ഉണ്ടാകും. അതുകൊണ്ട് നിസ്കാരത്തിൻ്റെ വിഷയം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. നമ്മൾ നല്ല ഈമാനികമായ അവസ്ഥയിലാണ് എന്ന് നമുക്ക് സ്വന്തം ബോധ്യപ്പെടാനുള്ള ഒരു സാഹചര്യമാണ് നിസ്കാരം. നമ്മുടെ നിസ്കാരത്തിൽ ഖുശൂ ഉണ്ടോ? നമുക്ക് ഈമാനുണ്ട്, ഈമാൻ്റെ ലദ്ദത്ത് നമ്മൾ അനുഭവിക്കുന്നുണ്ട്. നിസ്കാരത്തിൽ നമ്മൾ ഖുശൂ ഇല്ലേ, നമ്മൾ ഈമാനിൻ്റെ ലദ്ദത്ത് അനുഭവിക്കുന്നില്ല എന്നാണ് അത് അറിയിക്കുന്നത്. അതുകൊണ്ടാണ് സലഫുകൾ പറഞ്ഞത്, നീ എങ്ങനെയാണോ നിന്റെ നിസ്കാരത്തിൽ നിൽക്കുന്നത് അതേ രൂപത്തിലായിരിക്കും നീ അള്ളാഹുവിൻ്റെ മുമ്പിൽ നാളെ മഹ്ശറിൽ നിൽക്കുക എന്ന് സലഫുകൾ പറഞ്ഞതായി കാണാൻ കഴിയും. അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും നല്ല രൂപത്തിൽ നിസ്കരിക്കുന്ന മുസല്ലിങ്ങളുടെ കൂട്ടത്തിൽ നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു കൂടുതൽ അറിവുകൾ പ്രദാനം ചെയ്യുമാറാകട്ടെ. റബ്ബ് സുബ്ഹാനഹു വ തആല വന്നുപോയ എല്ലാ ചെറുതും വലുതുമായ തെറ്റുകുറ്റങ്ങൾ പുറത്ത് മാപ്പാക്കി നൽകുമാറാകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല ലോകത്തിൻ്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ പ്രയാസം അനുഭവിക്കുന്ന മുസ്ലിമീങ്ങൾക്ക് അള്ളാഹു എളുപ്പവും സമാധാനവും ശാന്തിയും പ്രദാനം ചെയ്യുമാറാകട്ടെ. അല്ലാഹുമ്മ ഇഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് الأحياء منهم والأموات إنك مجيب الدعوات ويا قاضي الحاجات يا حي يا قيوم برحمتك نستغيث أصلح لنا شأننا كلها ولا تكلنا إلى أنفسنا طرفة عين ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين برحمتك يا أرحم الراحمين والحمد لله رب العالمين.